ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ വളരെ സിമ്പിളായിട്ട് സ്വീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ അതുമാത്രമല്ല ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുമാത്രമല്ല വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മുടെ ഗീവ് അവേയും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് മിക്സിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട എടുക്കുക. അതിൽ തന്നെ 4-5 ടേബിൾ സ്പൂൺ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ മധുരത്തിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ നടിച്ചെടുക്കാം. അതായത് പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ പാൽപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പാൽ വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ 1/2 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞാൽ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാനും കഴിക്കാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ തവയൊക്കെ ഒന്ന് ചൂടാക്കുന്ന പോലെ തന്നെ ചൂടാക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന. ഫ്രൈ അല്ല, ജസ്റ്റ് നമ്മൾ ഈ ടോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബ്രെഡ് എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മുക്കിയെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ആ ഒരു മുട്ടയും പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഈ ഒരു ബ്രെഡിൽ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തവ വെക്കാനായിട്ട്. ഇതിലോട്ട് നമുക്ക് ആ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. തൊട്ട് മേളിലായിട്ട് അടുത്ത ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ഓരോ പെയറായിട്ട്, അതായത് ഒരു ബ്രെഡിൻ്റെ പുറത്ത് അടുത്തൊരു ബ്രെഡ് എന്നുള്ള രീതിയിൽ തന്നെ നല്ലതുപോലെ കുതിർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റായിട്ട് ഒറ്റ ബ്രെഡായിട്ട് വരും. അതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ നല്ല തിക്നെസ് ആയിട്ട് കേക്കൊക്കെ കിട്ടില്ലേ, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അടിഭാഗം ഒരു മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും മേളിലോട്ട് കുറച്ച് നെയ്യോ ബട്ടറോ എണ്ണയോ എന്തെങ്കിലും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ചിട്ട് ഈ ഒരു രീതിയിലെല്ലാം ചെയ്തെടുക്കരുത്. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു പോകും. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു മുട്ടയിലൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മേളിലും താഴെയും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മുട്ടയും പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. ഇനി പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പാലായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum.